കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ടിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. നഷ്ടപ്പെട്ട അക്കൗണ്ടിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് പുതിയ അക്കൗണ്ടിന് ലഭിക്കുന്നു. നിലവിലെ ഫോളോവേഴ്സിന്റെ എണ്ണം 2,20,000 പിന്നിട്ടു. നഷ്ടപ്പെട്ട എക്സ് അക്കൗണ്ടിന് ഉണ്ടായിരുന്നത് 2,05,000 പേരുടെ പിന്തുണയാണ്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും പാർട്ടികൾ കൂടുതൽ പ്രചരണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാവുകയാണ്. നിലവിൽ എങ്ങനെയാണ് ഇപ്പോൾ അക്കൗണ്ട് മുന്നോട്ട് പോകുന്നത്? അഭിജിത്തിന്റെ പേഴ്സണൽ അക്കൗണ്ട് വരെ ഇൻസ്റ്റ ഉൾപ്പെടെ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഒരു വശത്ത് കേന്ദ്ര സർക്കാരും മറുവശത്ത് BJPയുടെ IT സെല്ലുകളും തീവ്രമായ പരിശ്രമത്തിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പൂട്ടിക്കാനായി. ഇതിന്റെ ഭാഗമായി അവർ വിജയിച്ച ഒരു ഘട്ടം വരെ എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അഭിജിത്ത് ദീപ്കയുടെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ പൂട്ടിക്കെട്ടാൻ സാധിച്ചു. രാജ്യസുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അന്ന് പൂട്ടിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, ചില അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. IT കേന്ദ്രങ്ങൾ വഴിയാണ് ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതെന്നാണ് ഇതിന് പിന്നിലെ അണിയറ പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നേരത്തെ ഏറ്റവും ആദ്യം നടപടി നേരിട്ടത് എക്സിലെ അക്കൗണ്ടിനായിരുന്നു. എക്സിലെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന അക്കൗണ്ട് പിന്നീട് ബാൻ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ മറ്റൊരു എക്സ് അക്കൗണ്ട് ഇവർ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ നഷ്ടപ്പെട്ട അക്കൗണ്ടിനുണ്ടായിരുന്നത് 2,05,000 ഫോളോവേഴ്സ് ആണ് എങ്കിൽ ഇപ്പോഴുള്ള ഈ പുതിയ അക്കൗണ്ടിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം 2,20,000 പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലും അക്കൗണ്ട് തിരിച്ചു പിടിക്കുന്നതിനോ ഇല്ലെങ്കിൽ സമാന്തരമായ മറ്റൊരു അക്കൗണ്ട് തുറക്കുന്നതിനോ ആയ നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ റദ്ദാക്കപ്പെടുകയോ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന അക്കൗണ്ടുകൾ പൂർവാധികം ശക്തിയോടെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ നടപടികൾക്ക് പിന്നാലെ മെറ്റയെ ഉൾപ്പെടെ സമീപിക്കാനുള്ള നീക്കങ്ങൾ ഇവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒന്നും തങ്ങൾ ലംഘിച്ചിട്ടില്ല എന്ന കാരണം മുൻനിർത്തിയായിരിക്കും ഇവർ വാദം ഉന്നയിക്കുക. നിലവിലെ സാഹചര്യത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലേക്ക് ഇതിന് പിന്നിലുള്ള അണിയറ പ്രവർത്തകർക്ക് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്.